Question number 10. അത് ഇവിടുന്ന് നമുക്ക് നോക്കാം. So the question is from mechanical properties of solids. കാരണം യങ്സ് മോഡുലസ് ആണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 2 blocks of mass 2 kg and 4 kg are connected by a metal wire going over a smooth pulley as shown in figure. The radius of wire is 4.0 in 10 raised to minus 5 meter and Young's modulus of the metal is 2.0 in 10 raised to 11 Newton per meter square. The longitudinal strain developed in the wire is 1 by alpha pi. The value of alpha is, see, once again the similar kind of way of asking. ചോദ്യം വേറെ ചാപ്റ്ററാണ്, ചോദിക്കുന്ന രീതികളൊക്കെ എന്താണ്, ഒരു കൺക്ലൂഷൻ അവർ പറയുന്നു, എന്നിട്ട് അതിലുള്ള ഒരു ടേമിനെ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പം നമ്മൾ പഠിച്ച പ്രകാരമാണെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ഡെൽറ്റ എൽ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. സോ ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ദ ക്വസ്റ്റ്യൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഇറ്റ് വിൽ ബി എഫ് ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം, എ വൈ എന്ന് കൊടുത്തേക്കാം. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ദാറ്റ് യു ക്യാൻ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ടു ദ ഗിവൻ ക്വസ്റ്റ്യൻ. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനാണ്. അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ആക്സലറേഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ആക്സലറേഷൻ വാല്യൂ ഉപയോഗിച്ച് ടെൻഷൻ വാല്യൂ കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് കട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഷനെ നമ്മൾ ഇങ്ങനെ എഴുതാം, 2 × m1 × m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, ജി എന്ന് കൊടുത്തേക്കാം. ദിസ് ഈസ് യുവർ ടെൻഷൻ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ വരച്ചിരിക്കുന്ന ലോസ് ഓഫ് മോഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ചിരിക്കുന്ന ടെൻഷൻ്റെ ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ m1 m2 ഈസ് ഗിവൺ, 2 and 6 ഈസ് ഗിവൺ. സോ നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ 2 × 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ജി തൽക്കാലം ഞാൻ 10 എടുക്കുന്നു. അങ്ങനെയാണ് ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10 എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് 80/3 എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി യുവർ ടെൻഷൻ 80/3 ന്യൂട്ടൺ. കാരണം ഇവിടെ ഫോഴ്സിൻ്റെ സ്ഥലത്ത് ഞാൻ ടെൻഷൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. സോ എ വൈ എന്ന് കൊടുത്തേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെൻഷൻ്റെ വാല്യൂ 80/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന വയറിനെ സംബന്ധിച്ച് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇറ്റ് ഈസ് πr² ആണ്. റേഡിയസ് ഈസ് ഗിവൺ ഹിയർ. സോ ലെറ്റ് us റൈറ്റ് ഹിയർ πr² ഇൻറ്റു ഈ കാണുന്ന പോലെ തന്നെ യങ്സ് മോഡുലസ് ഈസ് ഓൾസോ ഗിവൺ, ദാറ്റ് ഈസ് 2.2 × 10 raised to 11. അവിടെ ആൻസർ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പൈ അങ്ങനെ തന്നെ നിർത്തിയേക്കാം. സോ ലെറ്റ് us കണ്ടിന്യൂ. 80/3 പൈ ഇൻറ്റു r² എന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ 4 × 10 raised to -5 ആണ്. സോ ഇറ്റ് ഈസ് 16 × 10 raised to -10 ഇൻറ്റു ഈ സ്ട്രെയിൻ്റെ വാല്യൂ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ 2 × 10 raised to 11 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. അപ്പോൾ ഇതിന് 10 raised to 11 10 raised to -10 ക്യാൻസൽ, അവിടെ 10 ബാലൻസ് ഉണ്ടാവും. ആ 10ഉം 0 അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കിനി നോക്കാം, ഇറ്റ് ഈസ് 8/3 പൈ ഇൻറ്റു 16 × 2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഈ 8ഉം 16ഉം അങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്കവിടെ 2 ഉണ്ടാവും. 4 × 2 ഈസ് ഈക്വൽ ടു എന്താണ്, 4 × 3 ഈസ് ഈക്വൽ ടു 12 ഉണ്ടാവും. സോ ഇറ്റ് ഈസ് 1/12 പൈ എന്നുണ്ടാവും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആൽഫയുടെ വാല്യൂ ആണ്. സോ ആൽഫ വാല്യൂ ഈസ് 12 എന്ന് കിട്ടും ഫോർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ദ ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ.